ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചെറിയൊരു പൈസയുടെ, അതായത് 230 രൂപേൻ്റെ ഒരു ചെറിയ പ്രൊഡക്റ്റായിട്ട് ആണ് നമ്മൾ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത്. ഇത് പോളിഷിംഗ് വീലാണ്. കാർ പോളിഷിംഗ് അല്ല, അത് ജസ്റ്റ് ഡ്രില്ലിംഗ് മെഷീനിൽ പിടിക്കുന്നത്. അതായത് ബൈക്ക് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ സുഖമായിട്ട് പോളിഷ് ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ 11 എണ്ണമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. പക്ഷേ വൂൾപ്പാഡ് അടക്കം 11 വീൽസാണ് അതിൻ്റെ മുകളിലുള്ളത്. പക്ഷേ 11 എണ്ണം നമുക്ക് കിട്ടിയിട്ടില്ല. വൂൾപ്പാഡ് അടക്കം 9 എണ്ണം കിട്ടിയിട്ടുള്ളൂ. അതായത് ഇത് പാക്കറ്റ് ഒരു കവറോട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കവറിനകത്താക്കിയാണ്. ഞാൻ ജസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് റിവ്യൂ പറയുന്നത്. അതായത് ഒരു ബ്ലൂ പാഡ്, ബ്ലാക്ക് 2 എണ്ണം, പിന്നെ ഓറഞ്ച് 2, യെല്ലോ 2, പിന്നെ ഒരു വൈറ്റ് 1, പിന്നെ ബ്ലൂ 1, അങ്ങനെ 4, 6, 8, പിന്നെ ഒരു വൂൾപ്പാഡ് 9 എണ്ണം ഉള്ളൂ. പക്ഷേ 9 എണ്ണം കുഴപ്പമില്ല ആ റേറ്റിന്. പിന്നെ ഇത് നല്ല സ്റ്റിക്കിയാണ്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് വരെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്റ്റാർട്ടിംഗ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ പേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടും. ഇത് കുറച്ചൊന്ന് ഉപയോഗിച്ച് പരിചയമായി കഴിഞ്ഞാലില്ലെങ്കിൽ ഇതിങ്ങനെ പാളി കളിക്കും. പക്ഷേ ഇതാണ് കൂടുതൽ പെട്ടെന്ന് ബഫ് ചെയ്തെടുക്കാൻ പറ്റുക. നല്ല ഗ്ലേസിങ് കിട്ടും. ഇത് കുറച്ച് നേരം ഒന്ന് മെനക്കിടണം ഈ വീലിടുമ്പോൾ. പക്ഷേ സ്റ്റാർട്ടിങ് ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ ഇത് കുറച്ച് സോഫ്റ്റ് വീലാണ്. അതിന് പോളിഷിങ്ങിന്, ലാസ്റ്റ് ഫിനിഷിങ്ങിന് ഇത് ഉപയോഗിക്കുക. ഇത് റബ്ബിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ കുറച്ച് തിക്നെസ് ഇതുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ച പോളിഷ് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്റ്റെപ്പിൻ്റെ ഫിനിഷിംഗ് കോമ്പൗണ്ടാണ്. ഇത് നല്ല റിസൾട്ടാണ്. ഒറ്റ സ്റ്റെപ്പ് തന്നെ അത്യാവശ്യം നല്ല റബ്ബിങ് നടക്കും, പോളിഷിങ്ങും ഇതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ജസ്റ്റ് ഇതിനെ കൊണ്ടൊന്ന് ലൈറ്റായിട്ട് ഒന്ന് വാക്സും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്ലേസി തന്നെ കിട്ടുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2000 പേപ്പർ ഗ്രിഡ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പോളിഷ് ചെയ്ത് നല്ല രീതിക്ക് എടുക്കാൻ പറ്റും. പ്രൊഫഷണലായിട്ട് തന്നെ ഒരു ചെറിയ ലെവലിൽ പ്രൊഫഷണലായിട്ട് തന്നെ ബൈക്ക് ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ചെറിയ വണ്ടി, കാറും പോളിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഇത് പിന്നെ നമ്മൾ ഈ ടൈറ്റർ ഉപയോഗിച്ചിട്ടാണ് പോളിഷ് ചെയ്തത്. ജസ്റ്റ് ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിലും നമുക്ക് എന്താ ചെയ്യുക, ഇത് നമുക്ക് സുഖമായിട്ട് പോളിഷ് ചെയ്യാം. പക്ഷേ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാത്ത ഡ്രില്ലിംഗ് മെഷീൻ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അത് ഉപയോഗിക്കാത്ത നല്ലത്. പിന്നെ ജസ്റ്റ് ഒരു ഇതും വേണം, മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്ത്. എന്ന് വെച്ചാൽ പോളിഷിങ് കഴിഞ്ഞിട്ട് തുടച്ചെടുക്കണമെങ്കിൽ ഇത് അത്യാവശ്യമാണ്. പക്ഷേ ഇതൊക്കെ ചെറിയ പൈസയുള്ളൂ. ഇതൊക്കെ ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഇതും ആമസോണിൽ നിന്നാണ്. നമ്മൾ അടുത്തുള്ള പോളിഷിങ് കാറിൻ്റെ പെയിൻ്റൊക്കെ വെക്കുന്ന ഷോപ്പിൽ നിന്ന് എടുത്താണ്. ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ എടുക്കുക, നമ്മൾ തന്നെ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണ് ജസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു ഏതാ പേഡ് വേണ്ട വെച്ചാൽ ഇതിൽ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യാം. ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ അവിടെ നിന്നോ. നമുക്ക് വേണ്ട സ്ഥലം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ആ റേറ്റിന് 200 സംതിങ് റുപ്യ. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്. എന്നുവെച്ചാൽ ആ റേറ്റിന് നമുക്ക് ഒരു ബൈക്ക്, ചെറിയ വണ്ടിയൊക്കെ നമുക്ക് സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 2 പ്രൊഡക്റ്റും കൂടെ മേടിച്ചാൽ സുഖമായിട്ട് നമുക്ക് ആ ഒരു ചെറിയൊരു എമൗണ്ടിന് നല്ല അടിപൊളിയായി. പിന്നെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാമെന്നറിയില്ലെങ്കിൽ ശരിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. റബ്ബിങ് കോമ്പൗണ്ട് ഉണ്ടാവും. അതൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ പോയി കിട്ടും. ഇതിൻ്റെ ഒരു പോളിഷ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. നല്ല റിസൾട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നല്ല ഇത് തോന്നിയ കൊണ്ട് നിങ്ങളിന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുള്ള ലെവൽ. നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ട്
എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് ഒന്നിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവട്ടെ.